ആദരണീയനായ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2024-25 വർഷത്തെ ബജറ്റിൻ്റെ ഏറ്റവും മുഴക്കമുള്ള വാക്യം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്നതാണ്. ബജറ്റ് പ്രസംഗത്തിൽ 5ാമത്തെ ഖണ്ഡികയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിലാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ പരിതപിച്ചും കൈയും കെട്ടി നോക്കി നിൽക്കാൻ കേരളം തയ്യാറല്ല എന്നതാണ് ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ധനമന്ത്രി നമുക്കെല്ലാം മുമ്പിൽ വയ്ക്കുന്ന ചിത്രം. നമ്മുടെ വികസനത്തെ മുന്നോട്ട് പോകാനും നവകേരള സൃഷ്ടിക്കായി കേരളീയരാകെ ഒറ്റ മനസ്സോടുകൂടി അണിനിരത്താനും കേരള സർക്കാർ നേതൃത്വം നൽകുമെന്നുള്ള തുടിക്കുന്ന ആശയമാണ് ആ മുദ്രാഗീതത്തിൽ അടങ്ങിയിട്ടുള്ളത്. മുടിഞ്ഞുപോയ നാടെന്ന് കേരളത്തെ ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ധനമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സഭയിൽ നടന്ന ചില നാടകീയ രംഗങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നതുകൊണ്ടാകാം അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങളെയും ഫെഡറലിസത്തെ തന്നെയും പിച്ചിച്ചൂന്ന ഹീനമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അത്തരം നടപടികളെ ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് പ്രതിപക്ഷം എതിരേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദരണീയനായ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ അനുയായി മൂവാറ്റുപുഴ അംഗമെല്ലാം ഇന്ദ്രജാലം കാണിക്കുന്ന പോലെ പലപ്പോഴും ഈ കണക്ക് കൊണ്ട് ഉള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളെല്ലാം തരിച്ചിരുന്നു പോയിട്ടുണ്ട്. ഈ അക്കങ്ങളും കോടികളുമെല്ലാം കടലാസിൽ എഴുതി കൂട്ടിയെടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് 5000 കോടി രൂപയെങ്കിലും അധികം കൈപ്പറ്റിയ കുറ്റവാളിയായി ഈ കേരളം മാറും. വൈകുന്നേരത്തിന് മുമ്പ് ആ തുക കേന്ദ്രത്തിന് തിരിച്ചു കൊടുത്ത് രശീത് വാങ്ങിയില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ഒരു ലൈൻ ഇതാണ്: രാവും പകലും ഇവർ പ്രാർത്ഥിക്കുന്നത് കേരളം ഒടിഞ്ഞു പോകണമെന്നാണ്. ശരിക്കും BJP ഓണം ബമ്പർ അടിച്ച അവസ്ഥയിലാണ്. കേന്ദ്രത്തിന് വേണ്ടി ഉറഞ്ഞുതുള്ളാൻ 3/4 കാശ് ചെലവില്ലാതെ 41 പടയാളികളെയാണ് അവർ കിട്ടിയിരിക്കുന്നത്. കേന്ദ്രം നിഷേധിച്ച വിഭവങ്ങളെക്കുറിച്ച് ഭരണപക്ഷത്തു നിന്ന് അവതരിപ്പിച്ച വിവരങ്ങൾ എല്ലാം ഇപ്പോഴും ഈ സഭാതലത്തിൽ മാറ്റൊലി കൊള്ളുന്നുണ്ട്. ബജറ്റ് രേഖയിൽ അവ വിശദീകരിക്കുന്നുമുണ്ട്. അതിനാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുവാൻ മുതിരുന്നില്ല. കേരള വികസന മാതൃക അറിയപ്പെടുന്നത് എങ്ങനെയാണ് സർ? മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും ഉയർന്ന ജീവിത ഗുണനിലവാരത്തിൻ്റെയും പേരിലാണത്. കേരളം ഒരു ബഹുസ്വര സമൂഹമാണ്. കേരളം അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. 8 വർഷം മുമ്പ് കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം എന്ന് ധനമന്ത്രി പറയുന്നത് 100% ശരിയാണ്. ആ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്താനുള്ള ബൃഹത് പദ്ധതികളാണ് ഈ ബജറ്റിലുള്ളത് എന്നത് അഭിമാനകരമാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകയിൽ 2024-25 ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുബന്ധ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ടൂറിസം പദ്ധതികൾ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം എന്നിവയൊക്കെ അതിൻ്റെ ഭാഗമാണ്. കേന്ദ്രം ശ്വാസം മുട്ടിക്കുമ്പോൾ വികസനത്തിനായി സ്വകാര്യ മൂലധന നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ തിരയുകയാണ്. കവിതയിൽ ഒരിടത്ത് ശ്രീ സച്ചിദാനന്ദൻ, നമ്മുടെ കവി, ഇങ്ങനെ പറയുന്നുണ്ട്: വർത്തമാനത്തിനപ്പുറത്തേക്ക് നോക്കാത്തവർ മനുഷ്യരല്ല, വിതയ്ക്കപ്പെട്ട വിത്തുകളും ഉച്ചരിക്കപ്പെട്ട വാക്കുകളും വെറുതെ ഇരിക്കുകയുമില്ല. സർ, വിഴിഞ്ഞം തുറമുഖം ഭാവിയുടെ വികസന കവാടമാണ്. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയൊരു വ്യവസായ മേഖല ചലനാത്മകമാകുകയാണ്. ടൗൺഷിപ്പുകൾ, റെസിഡൻഷ്യൽ സെൻ്ററുകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ, വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി വിപുലമായൊരു ഹബ്ബായി അത് മാറാനിരിക്കുന്നു. വലിയൊരു വികസനമാണ് അവിടെ വരാനിരിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണുകൾ കൂടി ധനമന്ത്രി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശരിയായി മുന്നോട്ട് പോയാൽ 4-5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതോടൊപ്പം പ്രാദേശിക ജനവിഭാഗമായ മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര വികസന പദ്ധതികളും വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളം സൂര്യോദയ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രവേശിച്ചതായി ധനമന്ത്രി വിലയിരുത്തുന്നു. സേവന മേഖലയെ കേന്ദ്രീകരിച്ചുള്ള വികസനത്തിൻ്റെ പരിമിതിയെ മറികടന്ന്
മാനുഫാക്ചറിംഗ് മേഖല സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട അപ്പുറത്ത് UDF ഒക്കെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഈ സൂര്യോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമുക്കറിയാലോ, ഏറ്റവും അവസാനം നമ്മുടെ കമൽനാഥും ചൗഹാനും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതിനു മുമ്പ് പോയ ആളുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഓരോരുത്തരും പോവുകയാണ്. അതുപോലെ സൂര്യാസ്തമയത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് കൂടുതൽ താല്പര്യം എന്ന് ഉറപ്പാണ്. മൊത്തം മൂല്യവർദ്ധനവിൽ മാനുഫാക്ചറിംഗ് വളർച്ചാ നിരക്ക് ഇപ്പോൾ 15% അടുത്തെത്തിയിരിക്കുന്നു. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, സസ്യാധിഷ്ഠിത ഔഷധങ്ങൾ, സംസ്കരിച്ച പെട്രോളിയം, അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ, രാസവ്യവസായം തുടങ്ങിയ സൂര്യോദയ മേഖലയാണ് ഈ മാറ്റത്തെ നിയന്ത്രിക്കുന്നത്. അതിനാൽ ഈ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള വികസനം ബജറ്റ് ലക്ഷ്യമാക്കുന്നു. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ്. പ്രതിസന്ധികളും വെല്ലുവിളികളും ഒഴിഞ്ഞു പോയതിനു ശേഷം മതി വികസനം എന്ന് കരുതി മാറിയിരിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല സർ. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടിയുള്ള പുതിയ വികസന മാതൃകകൾ ഈ ബജറ്റിൽ കടന്നു വരികയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്നിവ കഴിഞ്ഞ വർഷം തുടങ്ങിയ പല പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായി മാറിയതായി നാം കാണുകയാണ്. സെന്റർ ഫോർ ഗ്രാഫീൻ, മൈക്രോ ബയോ കേന്ദ്രം, ന്യൂട്രസ്യൂട്ടിക്കൽ കേന്ദ്രം എന്നിവയും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുക്കുന്ന കൈരളി എന്ന നിർമ്മിത ബുദ്ധി പ്രോസസർ വലിയ ശാസ്ത്ര നേട്ടമായി ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിനകം 16 പേറ്റന്റുകൾ ഈ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം 250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഡിജിറ്റൽ സർവകലാശാലയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. സംരംഭകർ ഈ വഴിക്ക് വന്നു പോകരുത്, തൊഴിലാളികൾ സമരം നടത്തി കെട്ടിപ്പൂട്ടിച്ചു കളയുമെന്ന പ്രചരണം ഇപ്പോൾ വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വരും വർഷം 25 പാർക്കുകൾ സർക്കാർ അനുമതി നൽകും. 2022-23 സംരംഭക വർഷമായി സർക്കാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 1,39,840 പുതിയ സംരംഭങ്ങളാണ് കേരളത്തിൽ തുടക്കം കുറിച്ചത്. എൻ്റെ കയ്പമംഗലം മണ്ഡലത്തിൽ ഉൾപ്പെടെ അവിടെ കേരളത്തിൽ ചിലപ്പോൾ ആദ്യമായി ക്രെയിൻ ഉണ്ടാക്കുന്ന പുതിയ ഒരു യൂണിറ്റ് കൂടി ആരംഭിക്കാൻ പോകുന്നതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ വലിയ മാറ്റമാണ് സർ ഇതിലൂടെ കാണുന്നത്. ദേശീയ സ്റ്റാർട്ടപ്പ് മിഷൻ റാങ്കിങ്ങിൽ 2022 ബെസ്റ്റ് പെർഫോമറായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ഇമേജിന് വലിയ മാറ്റമാണ് വരുന്നത്. ലക്ഷക്കണക്കിന് പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മേഖലയായി വ്യവസായവും ആ വകുപ്പ് ആ മന്ത്രി അതിനൊക്കെ രീതിയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 മനോഹര സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചു കേരളമാണ്. അത് ടൈം മാഗസിൻ അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അഭിമാനം എത്രയോ വലുതാണ്. ഇതിന് വേണ്ട പ്രചാരം കിട്ടിയാൽ ടൂറിസ്റ്റുകളുടെ പറുദീസയായി നമ്മുടെ കേരളം മാറും. 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 150 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അത് ഈ ബജറ്റിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കെയർ എക്കോണമി എന്ന പേരിൽ ഒരു പുതിയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ്. കേരളത്തിന് ജനസംഖ്യയുടെ 20% 60 വയസ്സിന് മുകളിലുള്ളവരാവുകയും അവർക്ക് തുണയാകാൻ വലിയൊരു ശതമാനം വീടുകളിൽ മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രവർത്തനം ആവിഷ്കരിച്ചതെന്ന് കാണുമ്പോൾ എത്രത്തോളം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ധനമന്ത്രി ഈ ബജറ്റിനെ സമീപിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. വയസ്സായവർക്കായി കെയർ സെന്ററുകൾ സ്ഥാപിച്ച് ആരോഗ്യ പരിചരണം സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതി, വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ വലിയ ശൃംഖലയാണ് മന്ത്രി ഇക്കാര്യത്തിൽ വിഭാവനം ചെയ്തത്. ഒരു കെയർ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന് ലക്ഷ്യമാകുന്നു. സാന്ത്വന സ്പർശത്തിൻ്റെ മനോഹാരിത നിറഞ്ഞ ഈ പദ്ധതി ഈ ബജറ്റിൻ്റെ ഒരു മാസ്റ്റർ പീസായി കരുതുകയാണ്. വയോജനങ്ങൾക്ക് കൈത്താങ്ങാകുകയും അതോടൊപ്പം തൊഴിലും വരുമാനവും ഈ പദ്ധതി ഉറപ്പാക്കുകയും ചെയ്യുന്നു. കയ്പമംഗലം എന്ന തീരദേശ നിയോജക മണ്ഡലത്തെ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ഇത്തവണയും തീരദേശ വികസനത്തിനായി നല്ല രീതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, അവരുടെ പുനരധിവാസത്തിന് ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി 136.98 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഗുരുതരമായ
ശോഷ ഭീഷണി നേരിടുന്ന തീരത്ത് നിന്നും തൊഴിലാളികളെ അവൻ്റെ കുടുംബങ്ങളെ മാറി താമസിപ്പിക്കുന്ന പുനർഗേഹം പദ്ധതി ഉൾപ്പെടെ ഈ മണ്ഡലത്തിലും നമ്മുടെ തീരപ്രദേശങ്ങളിലും നടന്നു വരികയാണ്. ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ജനവിഭാഗത്തോട് കാണിക്കുന്ന കരുതലിന് പ്രത്യേകമായ നന്ദി പറയുകയാണ്. കേരളത്തിൻ്റെ ഫ്ലാഗ് ദ്വീപ് പ്രോഗ്രാമുകളുടെ അതിദാരിദ്ര്യ പരിപാടിയും സമ്പൂർണ്ണ ഭവന ലഭ്യതാ പദ്ധതിയായ ലൈഫും വിജയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ആസൂത്രണവും ഈ ബജറ്റിലുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്ന കെ ലിഫ്റ്റ് എന്ന പ്രത്യേക ഉപജീവന പദ്ധതിയും സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിയും. ഒറ്റ സെന്റൻസ് എടുക്കുന്നുള്ളൂ. നമുക്ക് പലതും ഇനിയും ഈ ബജറ്റിൽ ആവശ്യമുണ്ട് എന്ന് അറിയാം. അത് നമ്മുടെ ക്ഷേമ പെൻഷനുകൾക്ക് ഉള്ള ഉറപ്പ് ധനമന്ത്രി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റു പല വകുപ്പുകൾക്കും PWD ഉണ്ട്, KSRTC ഉണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, സിവിൽ സപ്ലൈസ് ഉണ്ട്. പക്ഷേ സിവിൽ സപ്ലൈസ് ഒന്ന് വേറെ വകുപ്പുകൾ വേറെ എന്ന അർത്ഥത്തിൽ രണ്ടായി തിരിച്ചു കാണാനുള്ള ഒരു ശ്രമമൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതെല്ലാം നമുക്കറിയാം. ഈ രണ്ട് ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ ചോര കുടിക്കാൻ കഴിയുന്ന കുറുക്കന്റെ ഒരു കൗശലം ഇതിൽ മറഞ്ഞു കാണുകയാണ്. തീർച്ചയായും ഈ ബജറ്റിൽ നമ്മുടെ മുന്നോട്ട് പോകാനുള്ള കുതിക്കാനുള്ള ഒരു സ്രോതസ്സായി ഇത് മാറും. ഇതിന് എല്ലാ അർത്ഥത്തിലും ഈ ബജറ്റിനെ ഞാൻ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു.